തിരുവചനം പറയുന്നു, മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ അധിനിവേശം പരാജയത്തിന്റെ പരിണത ഫലമാണ്. അതെ, പാപത്തിന്റെ പ്രഭുവായ സാത്താനെ ദൈവത്തിന്റെ ഓമനകുമാരൻ കാൽവറിയിൽ പരാജിതനാക്കി. ക്രൂശുമരണം സ്വയം വരിച്ച യേശു തമ്പുരാൻ പിശാചിനുമേൽ ജയഘോഷം കൊണ്ടാടി. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? പരാജിതന്റെ പക വർദ്ധിച്ചപ്പോൾ ജയവീരന്റെ കരുണാകടാക്ഷം അത്യന്തം വർദ്ധിച്ചു. ആ ദൈവീക കരുണയുടെ അർത്ഥപൂർണതയാണ് മനുഷ്യരാശിയുടെ പാപമോചനവും നിത്യതയും. ആ നിത്യസ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് നാം പലപ്പോഴും പരാജയം ചോദിച്ചു വാങ്ങുന്നു. ജയിച്ചവനെ പിൻപറ്റുമ്പോഴും പരാജയം എവിടെയോ പതിയിരിക്കുന്നു. എന്തിനും ഏതിനും പിശാചിനെ പഴിചാരുന്ന നാം ഒരു നഗ്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തീയ സ്നേഹത്തിൽ വേരൂന്നിയ നിസ്വാർത്ഥ സ്നേഹവും സാഹോദര്യവും നമ്മളിൽ നിന്ന് ഓടിമറയുമ്പോൾ നാം സാത്താൻ ഇടം നൽകുകയാണ്. അന്യോന്യം സ്നേഹം എവിടെ ഇല്ലാതെയാകുന്നുവോ അവിടെ ദുഷ്ടൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. ദുഷ്ടന്റെ സ്വാധീന മേഖലകളെ ഉന്മൂലനാശം ചെയ്ത് ദൈവീക സ്നേഹത്തിലും ഐക്യതയിലും ദൃഢത പ്രാപിക്കുവാൻ ജയശാലിയായ ക്രിസ്തുനാഥൻ കൃപ ചെയ്യട്ടെ എന്ന ആശംസയോടെ ദൈവനാമ മഹത്വത്തിനായി ഈ സ്കിറ്റ് സമർപ്പിക്കുന്നു. എല്ലാ കുട്ടി സാത്താന്മാർക്കും ഈ സാത്താൻ സമ്മേളനത്തിലേക്ക് സ്വാഗതം. 2011 പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുവാനും നടപ്പ് വർഷം വിശ്വാസത്തിനെതിരെയുള്ള കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുവാനുമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. തുടർന്നുള്ള പരിപാടികളുടെ അവതരണത്തിന് വേണ്ടി ജനറൽ സൂപ്പർവൈസറെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടി സാത്താന്മാർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ തലവൻ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനും ഓരോ സോണൽ പ്രതിനിധികളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി കിഴക്കൻ മേഖലാ പ്രതിനിധിയായിരിക്കുന്ന യൂക്കാലിപ്പസ് ഡിഫ്രോസ്റ്റിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാ കൂട്ടുസാത്താന്മാർക്കും എൻ്റെ കൂപ്പുകൈ. 2011 എൻ്റെ പ്രവർത്തനം വൻപിച്ച വിജയമായിരുന്നു. ഭാര്യാഭർത്തൃബന്ധത്തിനിടയിൽ സൗന്ദര്യപ്പിണക്കം കൊണ്ടിട്ട് 4 ക്രിസ്തീയ കുടുംബങ്ങളെ ഞാൻ തകർത്തു. അവരിപ്പോൾ എൻ്റെ എരിവുള്ള അനുയായികളാണ്. അപ്പോൾ തന്നെ അതാത് സഭകളിലെ സജീവ വിശ്വാസികളും 200 വിശ്വാസികളെ ഞാൻ കഴിഞ്ഞ വർഷം മുൻകോപികളാക്കി. അവരിപ്പോൾ സഭയിലും വീട്ടിലും ഒരുപോലെ പിറുപിറുപ്പാണ്. എൻ്റെ പ്രവർത്തന വിജയത്തിന് ഏറ്റവും അധികം സഹായിച്ചത് ടെലിഫോണുകളാണ്. പ്രാർത്ഥനാ നിരതരായ നിരവധി സഹോദരിമാരുടെ സമയം ഫോണിലൂടെയുള്ള ഏഷണിക്കായി ഞാൻ മാറ്റിവെപ്പിച്ചു. സ്ഥാനമോഹികൾക്ക് ഞാൻ അവസരങ്ങൾ വാരി വിതറിയപ്പോൾ പ്രതീക്ഷിക്കാത്തവർ പോലും എൻ്റെ പൂണിയിലായി. അർഹതയില്ലാത്തവർക്ക് പലർക്കും കൈവപ്പ് കിട്ടിയപ്പോൾ എൻ്റെ പണി എളുപ്പമായി. വരുമാനം കൂടിയെങ്കിലും 2011 500 വിശ്വാസികളെ കൊണ്ട് അവരുടെ ദശാംശം വെട്ടിക്കുറയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം ഒരു ചില്ലിക്കാശ് പോലും ദശാംശം കൊടുക്കാത്ത വിശ്വാസികളെ ഇത്തരുണത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. നിരവധി സഹോദരിമാരുടെ ചുരിദാറിന്റെ അളവ് ഞാനാണ് തീരുമാനിച്ചത്. യൗവനക്കാരുടെ ഇടയിൽ എനിക്കിപ്പോൾ അധികം സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല. ഫേസ്ബുക്കും ഇന്റർനെറ്റും അവരുടെ ഉറ്റമിത്രങ്ങളാക്കി ഞാൻ ജൈത്രയാത്ര ചെയ്യുകയാണ്. പല വിശ്വാസികളും അനാഥാലയങ്ങൾ തുടങ്ങിയതോടെ എൻ്റെ സ്വന്തം ആൾക്കാരായി. വിശ്വാസികൾക്കിടയിൽ ആഭരണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും നിയന്ത്രണം കുറഞ്ഞതോടെ എനിക്ക് പണി വളരെ എളുപ്പമായി. ആയിരക്കണക്കിന് വിശ്വാസികൾ വെറുതെ കള്ളം പറയാൻ തുടങ്ങിയത് 2011 എൻ്റെ തട്ടുപൊളിപ്പൻ വിജയമാണ്. വെറുതെ പ്രശംസിച്ചപ്പോൾ എൻ്റെ അനുയായികളായി തീർന്നത് 500 സഹോദരന്മാരാണ്. പലരുടെയും വരുമാനം വർദ്ധിച്ചത് എനിക്ക് ആദ്യം ഒരു വെല്ലുവിളി ആയിരുന്നെങ്കിലും പിന്നത്തേതിൽ അവർ എൻ്റെ പിന്നാലെ വന്നു. 2011 വിജയമായിരുന്നു ഞാൻ ഉറപ്പിക്കുമ്പോഴും ഒരു കാര്യം സമ്മതിക്കുന്നു. ഭക്തരും വിശുദ്ധരുമായ
ഒരു കൂട്ടം വിശ്വാസികളുടെ മുൻപിൽ എൻ്റെ അടവുകൾ ഒന്നും ഫലിച്ചില്ല. എങ്കിലും എൻ്റെ പരിശ്രമങ്ങൾ ഞാൻ ഈ പുതുവർഷവും തുടരുമെന്ന ഉറപ്പോടെ ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. ആവേശകരമായ റിപ്പോർട്ട് നൽകിയ നമ്മുടെ യൂക്കാലിപ്റ്റസ് ഡിഫ്രോസ്റ്റിന് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ചേർന്ന് കൈയടി കൊടുക്കാം. അടുത്ത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി പടിഞ്ഞാറൻ മേഖലയിലെ പ്രതിനിധിയായിരിക്കുന്ന ഡയോക്ലിസ് ലൂക്കാട്രിക്കിനെ തന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാ സാത്താൻ കുട്ടന്മാർക്കും എൻ്റെ നമസ്കാരം. 2011 എനിക്ക് ജയത്തിന്റെ ഒരു വർഷമായിരുന്നു. ദശാംശത്തിലും സ്തോത്രകാഴ്ചയിലും തഴച്ചു വളർന്നുകൊണ്ടിരുന്ന നിരവധി സഭകളിൽ ഞാൻ അതിനെ ശുഷ്കിപ്പിച്ചു. 12 സഭകളിൽ കുത്തിപ്പറയുന്ന സാക്ഷ്യം അതിവിജയകരമായി ആവിഷ്കരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. 4 സഭകളിലെ ഐക്യത തല്ലിക്കെടുത്തിയപ്പോൾ ഓരോ സഭയും 4 കഷ്ണങ്ങളായി മാറി. എന്റെ സോണിലെ എല്ലാ സഭകളിലേക്കും ഞാൻ കഴിഞ്ഞ വർഷം കാസറ്റ് കച്ചവടക്കാരെ കയറ്റിവിട്ടു. അങ്ങനെ ആലയങ്ങൾ കമ്പോളമാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. എത്ര ദൂത് കേട്ടാലും അത് ഏറ്റെടുക്കാത്ത ഒരു കൂട്ടം നല്ല അനുയായികൾ എന്റെ സോണിലെ എല്ലാ സഭകളിലും എനിക്കുണ്ട്. എല്ലാവരും ആരാധിക്കുമ്പോൾ വായു കൂട്ടി മസിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ ആളുകളെ ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അവരോടൊപ്പം സഭകളിൽ ആരാധനയ്ക്ക് ഇരിക്കുന്നത് എനിക്കൊരു പ്രത്യേക സംതൃപ്തി തന്നെയാണ്. സഭകളെ തകർക്കുന്നതിൽ ജനറൽ ബോഡി എന്നെ സഹായിച്ചത് ചില്ലറയൊന്നുമല്ല. നമ്മുടെ പ്രവാചകന്മാർ എല്ലാ സഭകളിലും ഇപ്പോൾ സ്ഥിരം സന്ദർശകരാണ്. സൺഡേ സ്കൂളും യൂത്ത് മീറ്റിംഗും നിർത്തൽ ചെയ്തത് ചില സഭകൾ എടുത്ത തീരുമാനം എനിക്ക് നൽകിയ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ആരും മാനസാന്തരപ്പെടാത്ത ചില കൺവെൻഷനുകളിൽ കഴിഞ്ഞ വർഷം ഞാൻ നിറഞ്ഞ മനസ്സോടെയാണ് സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ആൾക്കാർ നടത്തിയ ക്രൂസേഡുകൾ എനിക്ക് വലിയ പ്രശസ്തിയാണ് നൽകിയത്. നിരവധി വർഷങ്ങളായി ഞാൻ പുറത്തിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്ന പല സഭകളിലും കഴിഞ്ഞ 2011 എനിക്ക് സ്ഥിര ഇരിപ്പിടം അകത്ത് ലഭിക്കുവാനിടയായി. ഞാൻ വളരെ ബുദ്ധിമുട്ടി കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തി പൊതുനിരത്തുകളിലെ പരിപാടികൾ നിരോധിപ്പിക്കുവാനിടയായി. അതോടെ പരസ്യയോഗം എന്ന ഒരു വലിയ വെല്ലുവിളിയിൽ നിന്ന് നമുക്ക് ശാശ്വത പരിഹാരം ലഭിക്കുവാനും ഇടയായി. പല സഭാ നേതാക്കന്മാർക്കും ഞാൻ റവറൻഡും ഡോക്ടറേറ്റും കൊടുത്തതിനാൽ ഈ കൂട്ടർ എന്നോട് കാണിക്കുന്ന നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കാത്തതാണ്. സഭകളിൽ സമ്പന്നന്മാർ കൂടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എന്റെ സോണിൽ പുതിയ വിശ്വാസികളുടേതായ ഒരു സഭകളും അവർക്ക് തുടങ്ങുവാൻ കഴിയാഞ്ഞത് 2011 എന്റെ മികച്ച നേട്ടമാണ്. ഈ പറഞ്ഞ വിജയത്തിന്റെ പട്ടികകൾ ഓരോന്നോരോന്നായി ഞാൻ നിരത്തിയപ്പോഴും കഴിഞ്ഞ വർഷത്തെ ഒരു പരാജയം ഞാൻ സമ്മതിക്കുന്നു. അടവുകൾ പലതും പയറ്റിയിട്ടും ചില സഭകളിൽ എനിക്ക് എത്തി നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. എന്നെ ആട്ടിപ്പായിച്ച ആ സഭകളാണ് ഈ 2012 എന്റെ ലക്ഷ്യമെന്ന് ഉറക്ക പ്രസ്താവിച്ചുകൊണ്ട് എന്റെ ഈ റിപ്പോർട്ട് ഇവിടെ നിർത്തുന്നു. നമസ്കാരം. വളരെ തകർപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ച ഡയോക്ലിസ് ലൂക്കാട്രിക്കിന് എല്ലാവരും ചേർന്നൊരു സൂപ്പർ കൈയടി കൊടുക്കാം. എത്തി നോക്കാൻ പറ്റാത്ത സഭകൾ വീണ്ടും എത്തി നോക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അടുത്ത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി തെക്കുവടക്കൻ മേഖലാ പ്രതിനിധിയായിരിക്കുന്ന ലൂട്ടാബി മൂക്കോട്ടിയെ ക്ഷണിക്കുന്നു. തലൈവർക്കും സൂപ്പർവൈസർ സാത്താനും എൻ്റെ എല്ലാ സാത്താൻ കുട്ടികൾക്കും ചോരയിൽ കുതിർന്ന കൈകളാൽ അഭിവാദ്യം അഭിവാദ്യം അഭിവാദ്യം. 2011 എനിക്ക് വൻ വിജയമായിരുന്നു. പല സംഘടനകളും എന്നെ അതിലേക്ക് വിളിച്ച് ആദരിച്ചു. എനിക്ക് വേണ്ടി അവർ അനേക ഗാനമേളകൾ നടത്തി. അവരുടെ ആരാധനകളിൽ വെറും 30% ആൾക്കാരെ ഞാൻ കാണാറുള്ളൂ. എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാൻ നടത്തിയ ഗാനമേളകളിൽ മുഴുവൻ ആൾക്കാരെയും കണ്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തമാടി. വലിയ വേദികളിൽ അവർ പരസ്പരം പുകഴ്ത്തിയപ്പോൾ എൻ്റെ നാമം അവിടെ ഉയർന്നു പോവുകയായിരുന്നു. സംഘടനയുടെ പദവികളിലെത്താൻ അവർ പരസ്പരം മത്സരിച്ചപ്പോൾ എൻ്റെ സ്വാധീനം അവിടെ പടർന്ന് പന്തലിക്കുകയായിരുന്നു. കൂടാതെ 2011 മുതൽ സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ
ഒരു പ്രത്യേക സംഘങ്ങളെ ഏർപ്പാടാക്കി കൊടുത്തു. 2011 തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. പല സംഘടനാ ഭാരവാഹികളും എന്നോട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. 365 ദിവസവും എൻ്റെ കൂടെ തോളിൽ കയറ്റ് നടന്നവർ വേദികളിൽ കയറുമ്പോൾ മാത്രം ഫോ സാത്താനെ എന്നെ ശാസിച്ചത് എന്നെ വേദനിപ്പിച്ചുവെങ്കിലും വേദികളിൽ നിന്നിറങ്ങിയ ഉടനെ അവർ എന്നെ നെഞ്ചോട് ചേർത്തപ്പോൾ ഞാൻ കൃതാർത്ഥനായി. പല സംഘടനകളും ലക്ഷങ്ങളാണ് എനിക്ക് വേണ്ടി പൊട്ടിച്ചളഞ്ഞത്. ഈ വർഷം എൻ്റെ പ്രവർത്തനങ്ങൾ ഇതിലും 10 മടങ്ങ് വയപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. വളരെ ഗംഭീരമായിരിക്കുന്നു. വളരെ ഗംഭീരമായ റിപ്പോർട്ടിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ലുട്ടാപ്പി മുക്കോട്ടിരിക്ക് ഒരു കൈയടി കൊടുക്കാം. ഈ റിപ്പോർട്ടുകളെ ഞാൻ നോക്കി കാണുന്നത് ഒരു വൻ വിജയമായിട്ടാണ്. സംഘടിത ശ്രമങ്ങളിലൂടെ നമ്മുടെ ലക്ഷ്യം നേടുവാൻ കഴിഞ്ഞത് 2011 ഒരു വൻ നേട്ടം തന്നെയാണ്. ഓരോ വർഷവും നമ്മുടെ അംഗബലം വർദ്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെല്ലുവിളികളായി ശേഷിക്കുന്ന വിശ്വാസികളും സഭകളുമായിരിക്കണം ഈ വർഷത്തെ നമ്മുടെ പ്രധാന ലക്ഷ്യം. നേതാവ് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ചോദിക്കുവാനുള്ളത് മധ്യമേഖലാ പ്രതിനിധികളായിരിക്കുന്നവരോടാണ്. അവർ കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്നോട് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ പറയാം. ഒന്നും പറയണ്ട എൻ്റെ സൂപ്പർവൈസറെ. വലിയ പദ്ധതികളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. എങ്ങനെ ചീറ്റാതിരിക്കും? പ്രാർത്ഥനയും ഉപവാസവും ഏറ്റവും കൂടുതലുള്ള മേഖലയല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്? ഞങ്ങളുടെ മേഖലയിലുള്ള ന്യൂ ജനറേഷൻ ചേർച്ചിൽ ഞാൻ പോയി കുറച്ച് ഇംഗ്ലീഷ് അടിച്ച് നോക്കി. അവിടെ ഒന്നും നടന്നില്ല. എന്തായാലും ഞങ്ങൾ ഈ വർഷം ശക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതൊന്നും അത്ര തൃപ്തികരമായ ഉത്തരമല്ല. എന്നിരുന്നാൽ കൂടി ഈ 2012 നിങ്ങൾ ആഗ്രഹിക്കുന്നത് സഫലമായി തീരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയാം. എൻ്റെ മേഖലയിൽ കാത്തിരിപ്പ് യോഗത്തിൻ്റെ ബഹളമായിരുന്നു. അതുകൊണ്ട് 7 അയലത്ത് പോലും അടുക്കാനൊത്തില്ല. ഒരൊറ്റ സഭയിൽ പോലും കയറാനൊത്തില്ല. അവസാനം പിന്നെ ഒരു സഭയുടെ വെളിയിലിരുന്ന് ആണ്ടവസാന യോഗം കേട്ടു. സത്യം പറഞ്ഞാൽ അതൊരു വലിയ തമാശയായിരുന്നു. പല വിശ്വാസികളുടെയും പുതിയ തീരുമാനവും പ്രതിഷ്ഠയും കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. ഇനി അവരിലേ ഉള്ളൂ ഇനി ഈ വർഷം എനിക്ക് പ്രതീക്ഷ. ഇതൊന്നും അത്ര തൃപ്തികരമായ ഉത്തരമല്ല. നിങ്ങൾ ഇവരൊക്കെ കാണിച്ച റിപ്പോർട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ വായിച്ചത്? അതുപോലെ ഈ വരുന്ന 2012 നിങ്ങൾ ശക്തമായി നിങ്ങൾ പ്രവർത്തിക്കുക. ഇനിയും ഈ 2012 പുതിയ കുതന്ത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. 2011 നമ്മുടെ പ്രവർത്തനം ഒരു വൻ വിജയമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇതിലേക്ക് രാവും പകലും അഹോരാത്രം അധ്വാനിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വർഷം നമ്മുടെ വളർച്ച കഴിഞ്ഞ വർഷത്തേക്കാൾ 30% കൂട്ടിയിരിക്കണം. ആ ഒരു ലക്ഷ്യബോധത്തോടെ ഉള്ള പദ്ധതികളായിരിക്കണം 2012 നിങ്ങൾ വിശ്വാസികൾക്കും സഭകൾക്കും ഉപദേശിമാർക്കും നേരെ തയ്യാറാക്കേണ്ടത്. അതിനുള്ള ഏറ്റവും പറ്റിയ മാർഗം ഇവരെ ബിസി ഉള്ളവരാക്കുക എന്നതാണ്. ഒരെണ്ണത്തിനെയും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത്. അവരെത്രത്തോളം നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് ഇവരെ ബിസി ഉള്ളവരാക്കി മാറ്റുന്നുവോ അത്രത്തോളം അവർ നമ്മുടെ പൂണിയിലാകും. 2012 ആപ്തവാക്യം ബിസി എന്നുള്ളതാണ്. ബി അണ്ടർ സൈത്താൻ യോർക്ക്. എന്താ എൻ്റെ അനുയായികളെ, നിങ്ങളെല്ലാവരും സന്തോഷവാന്മാരല്ലേ? എന്താണ് 2012 നമ്മുടെ ആപ്തവാക്യം? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് മടങ്ങിപ്പോകാം. എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ അവരവരുടെ കസേര കൂടി എടുത്തുകൊണ്ട് പോയാൽ അടുത്ത വർഷം വന്നിട്ട് വേണം ഇരിക്കാം. സ്വതന്ത്ര സഭയുടെ മധ്യകേരളത്തിലെ ഒരു സഭ പുതുവർഷത്തെ മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു ചേർത്ത ആദ്യ ജനറൽ ബോഡി അഭിപ്രായ വ്യത്യാസങ്ങളുടെ തിരതലിൽ അലോസരത്തോടെ പിരിഞ്ഞു.
വ്യക്തി താൽപ്പര്യങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഒരു സഭയ്ക്ക് ഭൂഷണമല്ലാത്തതിനാൽ ഐക്യതയെ ഊട്ടിയുറപ്പിച്ച് സമാനതകളില്ലാതെ ദൈവസ്നേഹം വ്യതിചലിക്കാത്ത സമവാക്യമായി സഭയിൽ പുനഃപ്രതിഷ്ഠിക്കുവാൻ അവർ വീണ്ടും ഒന്നിച്ചുകൂടുന്നു. ദൈവമേ, ഇന്നെങ്കിലും ഇതൊന്ന് സമാധാനമായി തീർന്നാ മതിയായിരുന്നു. തമ്പുരാനെ, അങ്ങിതൊക്കെ എങ്ങനാ ക്ഷമിക്കുന്നേ? പരിജ്ഞാനത്തിന്റെ കുറവൊന്നുമല്ല, ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നത ജോലിയുമുള്ളവർ. പക്ഷേ ഒരു വാക്കിന് പരസ്പരം ക്ഷമിക്കാൻ വയ്യ. കർത്താവേ, അങ്ങിതൊക്കെ എങ്ങനെ സഹിക്കുന്നു? അതാ ഇപ്പോഴത്തെ എന്റെ പേടി. തമ്പുരാനെ, സഭയ്ക്ക് വേണ്ടി എന്നുള്ള പ്രാർത്ഥനയും എന്റെ ഉപവാസവും വൃഥാവാവൽ. എന്റെ സഹോദരങ്ങൾക്ക് ഇന്നെങ്കിലും കർത്താവേ അങ്ങൊരു സൽബുദ്ധി കൊടുക്കണേ ദൈവമേ, സൽബുദ്ധി. പ്രൈസ് ലോർഡ് അച്ഛാ. ഞാൻ അച്ഛനെ നോക്കിയിരിക്കുമായിരുന്നു. ദൈവസഭയ്ക്ക് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ എനിക്കൊപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു കൈത്താങ്ങൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്തി അച്ഛൻ, നമ്മുടെ സഹോദരന്മാരൊന്നും വരത്തില്ലയോ? അതോ ഇന്ന് ഒരു കൂട്ടർ വന്ന് മറ്റേ കൂട്ടർ വരാതിരിക്കുമോ? ഇല്ല പാസ്റ്ററെ, എല്ലാരും വരും. വന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് താഴെ നിൽപ്പുണ്ട്. പാസ്റ്റർക്ക് അറിയത്തില്ല അവരുടെ സ്വഭാവം. എല്ലാരും കൂടെ കൂട്ടമായിട്ട് അങ്ങ് കയറാൻ നിൽക്കുക. എന്റെ ദൈവമേ, ഇന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എത്ര കാലമായിട്ട് ഇത് സഹിക്കുന്നു. അച്ഛാ, സഭയ്ക്ക് ഒരു വേദനയുണ്ടാകുമ്പോൾ അഭിഷേകത്തിനൊപ്പം ഇടിഞ്ഞു നിൽക്കുന്നവന്റെ വേദന എനിക്കറിയാം. എന്റെ പാസ്റ്ററെ, കഴിഞ്ഞ ജനറബോഡി കഴിഞ്ഞത് മുതൽ ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവോ പാസ്റ്ററെ? എനിക്കറിയാം അച്ഛാ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. വരട്ടെ വരട്ടെ, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. അച്ഛാ അങ്ങോട്ടേരി. നമ്മുടെ ഒരു കസേര ഉണ്ടായിരുന്നു, ഇനി അതിനെക്കുറിച്ച് ചോദിച്ചാൽ അടുത്ത ജനറൽ ബോഡി ഉണ്ടാവും. സ്തോത്രം 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 സ്തോത്രം. യേശുവേ സ്തോത്രം സ്തോത്രം പിന്നെ സഹോദരന്മാരെ, എല്ലാരും എത്തിയല്ലോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, ഞങ്ങൾ ഈ പകൽക്കാലം അങ്ങയുടെ അരികിലേക്ക് വരുന്നു. കർത്താവേ, ഞങ്ങൾ കൂടി വന്ന ഉദ്ദേശം കർത്താവിനറിയാം. അരുതാത്തതൊന്നും ഞങ്ങളുടെ വാക്കിൽ നിന്ന് കടന്നു വരരുത്. വാക്കുകൾക്കൊരു പെരുപ്പമുണ്ടാകുവാൻ ദൈവം അനുവദിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒരു വിശാലമായ പ്രാർത്ഥനയുടെ മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഈ പകൽക്കാലം കൂടി വന്നതിൻ്റെ വ്യക്തമായ ഉദ്ദേശം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്ന എനിക്ക് വളരെ ഖേദമുണ്ട്. സഭയായി ഒരു കൺവെൻഷൻ ക്രമീകരിച്ചത് ദൈവനാമം മഹത്വപ്പെടാനാണ്. അത് ദേശത്തിന് വിടുതലാവുകയും ചെയ്തു. ദൈവം അതിന്മേൽ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ സഭയിൽ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വരവ് ചെലവ് കണക്ക് പറഞ്ഞ് നിങ്ങൾ ഈ കാണിക്കുന്ന വൈരാഗ്യവും പിണക്കവും വിദ്വേഷമൊന്നും സഹോദരന്മാരെ ദൈവം പൊറുക്കുന്നില്ല. വേദനയോടെ ഞാൻ പറയുക. എന്റെ ദേവദാസൻ കാര്യം അറിയാതെ എന്തുവാ ബ്രദറെ കാര്യം ഇവിടെ നടന്നേ? ഇവിടെ പാട്ടുകാരെ വിളിച്ചു. നമ്മളെല്ലാവരും കേട്ടതാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ രാജൻ പാസ്റ്ററും നല്ല കുറെ ദൈവദാസന്മാരും കൂടെ വന്നാ ഇവിടെ പാട്ട് പാടിയത്. അന്നൊക്കെ എന്ത് അനുഗ്രഹപ്പെട്ട ഗാനങ്ങളായിരുന്നു ഇവിടെ നടത്തിയത്. ഇപ്പൊ പുള്ളിയുടെ ഒരു മോൻ തരികട ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ മോനും കുറച്ച് ന്യൂ ജനറേഷൻ ചർച്ചുകാരുടെ പാട്ടുകളുമായിട്ട് ഇറങ്ങിയേക്കുന്നു. എന്തോ പാട്ടായത്. ആ രാജൻ പാസ്റ്ററെ വല്ലതും വിളിച്ചാൽ പോരായിരുന്നു. അത് പോട്ടെ, അത് നിർത്ത്. ആ മോന്റെ തരികട അതിനെക്കാട്ടിലും വേറെ രസം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരോട് പോയി അന്വേഷിച്ചു. 8000 രൂപ കൊടുത്തതായിട്ട് ഇവിടെ കണക്ക്. എന്നാൽ 2000 രൂപ കുറച്ച് 6000 രൂപയെ ഈ തരികട വാങ്ങിച്ചിട്ടുള്ളൂ. സഹോദര,
എവിടെ? എന്തോ ഗാനമേള? ഏറ്റവും വലുത് ഈ 2000 രൂപ നഷ്ടപ്പെടുത്തിയിട്ട് എന്തോ ഗാനമേളയാ നിങ്ങൾ നടത്തിയത്? എന്തോ ബില്ല്? ബില്ല് ആർക്കും വേണ്ടില്ല. തരികടയല്ലയോ വന്ന് പാടിയത്? എന്റെ സഹോദരൻ പാടിയാർന്നെ ഞാൻ സമ്മതിക്കും. 2000 രൂപ പോലത്തെ സൂപ്പർ പാട്ട് കേട്ടില്ലേ? എന്തോ 2000 രൂപ നഷ്ടപ്പെട്ട് എന്തോ സൂപ്പർ പാട്ടാ ബ്രദറെ കേട്ടത്? പാസ്റ്റേ, അതൊക്കെ സഹിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചെലവെന്ന് പറഞ്ഞ് 4500 രൂപയാ ചെലവാക്കിയത്. ഏത് കണക്കിലായത്? എന്തോന്നാ കൊങ്കൺ റെയിലങ്ങ് എടുത്ത് വാടക കോടിക്കുമായിരുന്നു നിങ്ങൾ. അതെല്ലാം ട്രാൻസ്പോർട്ട് തന്നെ. നിക്ക് പാസ്റ്റർ, ഞാൻ കാര്യം പറയട്ടെ, ഞാൻ അവരുടെ ഉത്തരം പറയട്ടെ. നിങ്ങൾക്ക് അറിയോ 3 പാസ്റ്റർ ഞാൻ 3 ദിക്കിന്നാ കൊണ്ടുവന്നത്. ഡൽഹിയിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അവര് 3 ദിക്കിന്ന് ഞാൻ 6 ട്രിപ്പ് അടിച്ചാ കൊണ്ടുവന്നത്. അതുപോട്ടെ നിങ്ങൾക്ക് വല്ല അറിയോ? നിക്ക് പാസ്റ്റർ, ഞാൻ കാര്യം കുറച്ച് കൂടുതലായി. എന്റെ ബ്രദർ അവിടെ നിക്ക് ബ്രദറെ, കണക്കെല്ലാം കണക്ക് തന്നെയായിരുന്നു. നിങ്ങൾക്ക് വല്ല അറിയോ? ഞാൻ പറയട്ടെ, നിക്ക് ഞാൻ പറയട്ടെ. ഡിയർ ബ്രദേഴ്സ്, we should understand one thing. എന്റെ ബ്രദറെ, ഇംഗ്ലീഷ് ഒന്നും വേണ്ട. ഇവിടെ എല്ലാവരും മലയാളികളായിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ളവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് പോയി കിടക്കുമ്പോഴാണ് ബ്രദറിന്റെ ഒരു പുതിയ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് വന്നത്. എന്തോ ബ്രദറെ, ഇത് ഇവിടെ ഒരുമാതിരി മൂക്ലാഞ്ചി ടൈപ്പിലുള്ള പോസ്റ്ററും നോട്ടീസും അടിച്ചതിന് 15000 രൂപയുടെ കണക്ക് പറയുന്നു. എന്റെ സഹോദരൻ അത് അംഗീകരിക്കണം ആര് പറഞ്ഞു? അംഗീകരിക്കണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണം ആര് പറഞ്ഞു? നിങ്ങൾ എന്റെ പാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തീരട്ടെ. സഹോദരൻ അത്യാവശ്യമായിരുന്നെങ്കിൽ സഹോദരൻ പോയി പ്രസ് മില്ലിലും പോയിട്ട് പേപ്പർ കൊണ്ടുവന്നായിരുന്നു. സഹോദരൻ പിന്നെ ആവശ്യമില്ല സംസാരിക്കരുത്. എന്നാലും എന്റെ ബ്രദറെ, ഈ നോട്ടീസിനെ കുറിച്ച് എനിക്കും പറയാനുണ്ട്. ഓരോന്ന് പറയുമ്പോ കുറച്ച് മുമ്പേ അവരുടെ കൂടെ ആയിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് ഞങ്ങളുടെ കൂടെ, ഇപ്പം വേറൊരു കൂടെ. എന്തോ ഇത്? ഏതെങ്കിലും ഒരു തരത്തിൽ എന്റെ സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാതിരിക്കുന്നേ. എന്തോ ഇത്? ഞാനിങ്ങനെ തമ്മിൽ തല്ലാതിരിക്കുന്നത്. എന്റെ മൂപ്പ കാര്യമൊക്കെ ശരിയാ, നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും വേണം. ഒറ്റ സഹോദരന്മാർ സംസാരിക്കണം. എല്ലാത്തിനും ഞാൻ സമാനം. അവിടെ ഇരുന്നേ, ഈ പാട്ടിന്റെ എല്ലാം ഞാൻ സമാനം പറയാം. പാട്ട് എന്തോ പാട്ട് അവിടെ സഹോദര, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധകമായത്. ഇനി ഒരു സഹോദരന്റെ ഒരഭിപ്രായം ഈ ദൈവസഭ ഉയരണ്ട. ഈ സഭയുടെ ശുശ്രൂഷകളുടെ അധികാരത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത്. സഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പൊ 2ാമത്തെ തവണയാണ് നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഞാൻ കാണുന്നത്. അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടുക്ക് പാസ്റ്ററെ. ഒരു കാര്യം മനസ്സിലാക്കണം, സഭ ദൈവത്തിന്റെയാ. അതിന് വില കൊടുത്തത് ദൈവമാണ്. ആ ഉത്തമ ബോധ്യത്തോടും ഭയത്തോടും കൂടി ആയിരിക്കണം ആലയത്തിന്റെ പടി ചവിട്ടുന്നത്. കെട്ടിയടക്കപ്പെട്ട തോട്ടമായ ദൈവസഭ കൺവെൻഷൻ നടത്തി, ദൈവം അതിന്മേൽ വീര്യപ്രവൃത്തിയും ചെയ്തു. എന്നിട്ട് അതെല്ലാം മറന്ന് പരസ്പരം അടിക്കുക. ഇതാണോ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ? ഒരു സമർപ്പണ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകുമോ? വില കൊടുത്തവരെ അതിന്റെ വില അറിയും. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഈ സഭയിൽ പോകും. നിങ്ങൾ എന്നെ അടുത്ത വർഷം ഇരുത്തിയാൽ എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ആരുടെയും പണവും പ്രീതിയും ഒന്നും അല്ല എനിക്ക് ലക്ഷ്യം. 20 പരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രേഷ്ഠമായ ദർശനം നൽകി എന്നെ ഈ പണിക്ക് വിളിച്ചിറക്കിയ തമ്പുരാനെ സേവിക്കണം അവസാന ജീവശ്വാസം വരെ. അതാ എന്റെ ലക്ഷ്യം. ബ്രദറിന് ക്ഷമിക്കാൻ കഴിയുമോ? പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. ഞാനാണ് കൂടുതൽ ഇവിടെ കയർത്ത് സംസാരിച്ചത്. ബ്രദറെ, ഈ ഒരു പരമാർത്ഥ ഹൃദയ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നോട് എന്റെ സഹോദരന്മാർ എന്നോട് പൊറുക്കോ പാസ്റ്ററെ? തീർച്ചയായിട്ടും. കാണപ്പെടാത്ത ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഓഹരികളായി അടുത്തിരിക്കുന്ന സഹോദരന്മാരെ സ്നേഹിക്കാൻ എന്താ സഹോദരന്മാരെ കഴിയാത്തത്? ഇതൊക്കെ കണ്ട് ദൈവം ഒരിക്കലും സന്തോഷിക്കുവാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ പകൽക്കാലം സമ്പൂർണ്ണ സമർപ്പണ മനോഭാവത്തോടെ, പരസ്പരം കൈയോട് കൈകോർത്ത്, തീർച്ചയായിട്ടും പരമാർത്ഥ ഹൃദയത്തോടെ, നിഷ്കളങ്ക മനസാക്ഷിയോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങും. കണ്ടോച്ചാ, ഇതാ ദൈവം ഓരോ ദൈവസഭയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു പാസ്റ്റർ. തീർച്ചയായിട്ടും ഓരോ സഭയും ഇങ്ങനെ ഐക്യതപ്പെടുമ്പോൾ ഒരു ദുഷ്ടന്റെ ഒരു പദ്ധതിയും ഒരു ദൈവസഭയ്ക്കകത്തും വെളിപ്പെടത്തില്ല. അച്ഛനോട് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഇല്ല ബ്രദറെ, കുഴപ്പമില്ല. എന്തോ പറഞ്ഞതൊന്നും ഓർമ്മയില്ല. വേണ്ട, എന്തോ ചെയ്യാനോ? ദേഷ്യം വരുമ്പോ ഒക്കെ ബ്രദറെ വേണ്ട. ആ ഹൃദയം എനിക്കറിയാം. മൂപ്പരച്ചാനോട് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സഹോദര സ്നേഹം നമ്മളുടെ സഭയിൽ നിലനിന്നാലുണ്ടല്ലോ, ഐക്യതയുടെ കെട്ടുറപ്പിൽ അനേകം ആത്മാക്കളെ നേടി ദേശത്തിന്റെ വിശാലതയിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ ദൈവം വ്യാപിപ്പിക്കും. ഈ പകൽക്കാലം
കരത്തോട് കരം കോർത്തു പിടിച്ച് ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുന്നു. ഒരു സ്വയനീതീകരണമല്ല കർത്താവേ ഞങ്ങൾ നടത്തുന്നത്. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളെ, ഞങ്ങളുടെ ചേർച്ചയില്ലാത്ത വാക്കുകളെ കർത്താവ് ക്ഷമിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ സഭയെ ദൈവം ഐക്യതയിൽ ഉറപ്പിക്കും. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കും, വീര്യം പ്രവർത്തിക്കും. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പീറ്റർ ബ്രദറെ, എന്നെ അങ്ങോട്ട് പേത്തോട് ഇറക്കിയത്. അയ്യോ, എനിക്ക് ഈ സഭയിൽ എനിക്കും എന്റെ ആൾക്കാർക്കും ഇനിയും പ്രവേശനമില്ലല്ലോ. സഭകൾ ഇങ്ങനെ ആയിപ്പോയാൽ ഈ വർഷത്തെ ഞങ്ങളുടെ പണി പാളിപ്പോകുമല്ലോ. ചുമ്മാതല്ല എന്റെ ആൾക്കാർ പോയിടത്തൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവർ മടങ്ങിപ്പോരുന്നത്. അതിന് കാരണമുണ്ട്. ദൈവദാസന്മാർ 21 ഇരിക്കും, പിന്നെ 21 2 ഇരിക്കും. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും? സമ്മതിക്കുന്നേ, രാജ്യം സമ്മതിക്കുന്നേ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൽ കൊടിയുയരട്ടെ, ദേവതിരു സത്യങ്ങൾ മുഴങ്ങിടട്ടെ. സുവിശേഷത്തിൽ കൊടിയുയരട്ടെ, ദേവതിരു സത്യങ്ങൾ മുഴങ്ങിടട്ടെ. പോകുക നാം ഓർവീരരാ, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം ഓർവീരരാ, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതൻ പടകവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. രക്ഷാദൂതൻ പടകവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. പോകുക നാം, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം ഓർവീരരാ, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതൻ പടകവുമാ